ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ് 4ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ഓണപ്പരീക്ഷയുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ മലയാളം മീഡിയം കൂട്ടുകാരുടെ ഗണിതത്തിന്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ ഓണപരീക്ഷയാണ്. ഓണപരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയില്ല, നമ്മുടെ ക്വാർട്ടർലി എക്സാമിന് ചോദിക്കാൻ സാധ്യതയില്ല, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള യൂണിറ്റ് നമ്മൾ എക്സാം ആണ്, അതായത് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ സ്കിപ്പ് ചെയ്യാതെ കാണാം. ഒരുപാട് വലിയ ലെങ്തി ആയിട്ടുള്ള ക്ലാസ് ഒന്നുമല്ല, വളരെ ചെറിയ ഷോർട്ട് ആയിട്ടുള്ള ക്ലാസ് ആണ്. അപ്പോൾ നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ശ്രദ്ധിച്ച് കാണുക, ചെയ്തു നോക്കുക, ഓരോ ക്വസ്റ്റ്യൻസും ചെയ്തു നോക്കുക, നിങ്ങൾക്ക് എക്സാമിന് ഒരുപാട് യൂസ് ആകും. അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്താലോ? ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ. എത്ര മണിക്കൂറിന്റെ എക്സാമാ? 2 മണിക്കൂറും 15 മിനിറ്റുമാണ്. അറിയാലോ, ആദ്യത്തെ 15 മിനിറ്റ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻസ് വായിച്ച് വൃത്തിയായി വായിച്ച് മനസ്സിലാക്കി വെക്കുക. ഓരോ ചോദ്യം എന്താണ്, അതിന്റെ ഉത്തരം എന്താണ്, ഞാൻ ഏത് യൂണിറ്റിലാണ് പഠിച്ചതെന്നൊക്കെ ഓർത്ത് വെക്കാനുള്ള മനസ്സിലാക്കാനുള്ള ഒരു സമയമാണ് ആദ്യത്തെ 15 മിനിറ്റ്. വെറുതെ സംസാരിച്ച് നമ്മൾ സമയം കളയാതെ, അതായത് എക്സാം ചെയ്യുന്നതാണ് ആദ്യത്തെ 15 മിനിറ്റ് വെറുതെ അതും ചെയ്ത് സമയം കളയും. അങ്ങനെ ചെയ്യാതെ ആദ്യത്തെ 15 മിനിറ്റ് വൃത്തിയായിട്ട് ചോദ്യ പേപ്പർ എന്ത് ചെയ്യുക, വൃത്തിയായിട്ട് വായിച്ചു നോക്കുക. അതിൽ തന്നെ പല ഉത്തരങ്ങളും അതിൽ തന്നെ ചിലപ്പോൾ ഉണ്ടാവും. സോ വൃത്തിയായിട്ട് വായിച്ചു നോക്കുക. അതിനുശേഷമുള്ള 2 മണിക്കൂറാണ് എക്സാമിന്റെ സമയം എന്ന് പറയുന്നത്, എഴുതേണ്ട സമയം. അതുപോലെ ഓർ ക്വസ്റ്റ്യൻ ഉണ്ട്. ഇവിടെ നമ്മുടെ പ്രവർത്തനം 3ഉം 5ഉം ഓർ ക്വസ്റ്റ്യൻ ഉണ്ട്. A B കണ്ടില്ലേ? A B എന്ന് കാണുകയാണെങ്കിൽ അതായത് 3A 3B കണ്ടില്ലേ? അങ്ങനെയാണെങ്കിൽ Aയോ അല്ലെങ്കിൽ Bയോ എഴുതിയാൽ മതി എക്സാമിന്. അപ്പോൾ നമ്മൾ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ Aയും Bയും എഴുതി നോക്കുക കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ പ്രവർത്തനം നോക്കാം. പ്രവർത്തനം 1, വരയ്ക്കാം കണ്ടെത്താം. സ്കൂളിൽ നിന്നും പ്രദർശനം കാണാനായി എത്തിയതാണ് മീരയും കൂട്ടുകാരും. അവിടെ കുട്ടികൾക്കായി പല മത്സരങ്ങളും ഉണ്ടായിരുന്നു. ചിത്രം വരയ്ക്കലായിരുന്നു ആദ്യം ഒരുക്കിയിരുന്നത്. അവർ അങ്ങോട്ട് എത്തി. അവിടെ എഴുതിയിരുന്നത് നോക്കൂ. വരൂ ചിത്രം വരയ്ക്കാം. വട്ടം, ചതുരം എന്നിവ ഉപയോഗിച്ച് ചിത്രം വരയ്ക്കൂ. എങ്ങനെയാണ്? വട്ടവും ചതുരവും മാത്രം ഉപയോഗിച്ചിട്ടാണ് ഇവിടെ ചിത്രം വരയ്ക്കാൻ പറയുന്നത്. സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ലേ? ഒരു ചിത്രം വരച്ചു നോക്കുക, വട്ടവും ചതുരവും ഉപയോഗിച്ചിട്ട്. B ചോദ്യം, നിങ്ങൾ വരച്ച രൂപത്തിൽ എത്ര ചതുരങ്ങളുണ്ട്? അതായത് നമ്മൾ വട്ടവും ചതുരവും വെച്ച് ചിത്രം വരച്ചു കഴിഞ്ഞിട്ട് അതിൽ എത്ര ചതുരങ്ങൾ നമ്മൾ വരച്ചു അതാണ് എണ്ണീട്ട് എഴുതേണ്ടത് കേട്ടോ. അത് C ചോദ്യം, ചുവടെ തന്നിരിക്കുന്നതിൽ ചതുരത്തിൽ പ്രത്യേകത അല്ലാത്തതിന് ക്രോസ് അടയാളം ഇടുക, X അടയാളം ഇടുക കേട്ടോ. അതായത് നമ്മൾ ചതുരത്തിന്റെ പ്രത്യേകതയാണ് പറയുന്നത്. ചതുരത്തിന്റെ പ്രത്യേകത അവിടെ ചതുരത്തിലാണ് ഉള്ളത്. ചതുരത്തിൽ പ്രത്യേകത എന്നല്ല, ചതുരത്തിന്റെ പ്രത്യേകത അല്ലാത്തതിന് എന്ത് ചെയ്യുക? ഇതുപോലെ ക്രോസ്, അതായത് ഇതുപോലെ വെട്ടിടുക ഇതിനുള്ളിൽ. ഓക്കെ, ചതുരത്തിന്റെ പ്രത്യേകതയാണ് പറയുന്നത് കേട്ടോ. 4 വശമുണ്ട്. ശരിയാണോ? ചതുരത്തിന് 4 വശമുണ്ടോ? ഉണ്ട് അല്ലെ? അപ്പൊ ഇവിടെ എന്ത് ചെയ്യരുത്? ക്രോസ് ചെയ്യരുത്. അത് കറക്റ്റ് ആണ്, ശരിയാണ്, ടിക്ക്. 4 മൂലയുണ്ട്. 4 മൂല എന്ന് വെച്ചത് ഈ കാണുന്ന കോർണർ ആണ് മൂല എന്ന് പറയുന്നത് കേട്ടോ. നിങ്ങൾക്ക് ചിത്രം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. അതായത് മൂല എന്ന് പറയുന്നത്, സൈഡ് എന്ന് പറയുന്നത്, വശം എന്ന് പറയുന്നത് ഇതാണ്. നമ്മൾ അടയാളപ്പെടുത്താം. ഇത് ഒരു വശം, 2, 3, 4. ഇനിയോ മൂല എന്ന് പറയുന്നത്, കോർണറിനെ പറയുന്നതാണ് മൂല. ഇത് കണ്ടോ, ഇതൊരു മൂല. അതുപോലെ അതുപോലെ ഇതൊരു മൂല. അടുത്തത് ഇത്. 4 മൂലയുണ്ട് അല്ലെ ചതുരത്തിന്. എതിർവശങ്ങൾ ഒരേ അളവല്ല. എതിർവശങ്ങൾ പറഞ്ഞാല് ഇതിന്റെ ഈ ലൈനിന്റെ എതിർവശമാണ് ഇത് ഒരേ അളവല്ല എന്നാണ് പറയുന്നത്. ശരിയാണോ? അല്ല അല്ലെ? ഒരേ അളവല്ലേ? അപ്പൊ പ്രത്യേകത അല്ലാത്തത് ഏതാ? 3ാമത്തത് അല്ലെ? അപ്പൊ ഇതെന്ത് ചെയ്യുക? ക്രോസ് ചെയ്യുക. എതിർവശങ്ങൾ ഒരേ അളവാണ്, ഇതും ശരിയാണ്. അപ്പൊ ഇതില് ഉത്തരം ഏതാ? 3 ആണ് അല്ലെ? അടുത്ത D ചോദ്യം, വീണ വരച്ച ചിത്രമാണ് ചുവടെ തന്നിരിക്കുന്നത്. ഇതിൽ എത്ര ചതുരങ്ങളുണ്ട്? അതായത് വീണ വരച്ച ചിത്രത്തിലെ എത്ര ചതുരങ്ങൾ ഉണ്ടെന്നാണ് ചോദ്യം. കറക്റ്റ് ആയിട്ട് നോക്കിയിട്ട് എത്ര ചതുരങ്ങൾ ഉണ്ടെന്നാണ് ചോദ്യം. നേരെ എണ്ണി നോക്കിയിട്ട് ഉത്തരം എഴുതുക. ഇവിടെ 1, 2, 3 3 ഉള്ളത് അല്ല അല്ലെ? ഇവിടെ നോക്കൂ, ടോട്ടൽ ആയിട്ട് ഇതൊന്നും കൂടി ഉണ്ട് അല്ലെ? 4 എണ്ണം ഉണ്ട്. പിന്നെയോ ഇതും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ എന്താണ്? ഇങ്ങനെ നോക്കുകയാണെങ്കിലോ 5 എണ്ണം അല്ലെ? അങ്ങനെ നേരെ എണ്ണി നോക്കിയിട്ട് ഉത്തരം എഴുതുക. നിങ്ങൾ നമ്മളെ എണ്ണി നോക്കി ഉത്തരം എഴുതുന്നില്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് എണ്ണി നോക്കിയിട്ട് ഉത്തരം എഴുതുക കേട്ടോ. ചതുരത്തിന്റെ എണ്ണമാണ് ഇവിടെ എഴുതാൻ പറയുന്നത്. അടുത്തത് പ്രവർത്തനം 2. പ്രവർത്തനം 2നും A B 2 ഭാഗമുണ്ട് അല്ലെ? പ്രവർത്തനം 2A, വരൂ സമ്മാനം നേടാമാണ്. പ്രദർശന നഗരിയുടെ അടുത്ത ഭാഗത്ത് ചില നിർദ്ദേശങ്ങൾ എഴുതിയ കടലാസ് വെച്ചിട്ടുണ്ട്. അതിനനുസരിച്ച് സംഖ്യാ സ്ട്രിപ്പിൽ സംഖ്യ ഉണ്ടാക്കി എഴുതിയാൽ സമ്മാനം കിട്ടും. അല്ല A ചോദ്യം. അപ്പൊ ഓരോ ചോദ്യങ്ങൾക്കും ഓരോ പ്രവർത്തനങ്ങൾക്കും A B C D എന്നിവിടെ അതായത് ഉപചോദ്യങ്ങൾ ഉണ്ടാവും. ഉപചോദ്യങ്ങൾക്കും ഉത്തരം എഴുതണം. ഓക്കെ, അപ്പൊ A
മീരയ്ക്ക് കിട്ടിയ കുറിപ്പുകൾ നോക്കൂ, അതിനനുസരിച്ച് സംഖ്യാ സ്ട്രിപ്പിൽ എഴുതി സംഖ്യ കണ്ടെത്തൂ. അപ്പോ മീരയ്ക്ക് കിട്ടിയത് ഏതൊക്കെ നോക്കാം. 3 100, 3 100, 8 10, 5 1000, 4 1. അപ്പൊ എങ്ങനെ എഴുതണം ഒന്ന് നമ്മൾ കാണിച്ചു തരാം നിങ്ങൾക്ക് എങ്ങനെ ഡൗട്ട് ഉണ്ടെങ്കിൽ. അപ്പൊ ആദ്യം എപ്പോഴും ഈ കാണുന്ന 4 കോളം കാണുന്ന പെൻസിൽ കണ്ടോ, ഇതിനകത്ത് എന്ത് എഴുതണം, ആയിരത്തിന്റെയാണ് എഴുതേണ്ടത് കേട്ടോ. അപ്പൊ 5000 എന്ന് പറയുമ്പോൾ എത്ര എഴുതുക, അപ്പൊ ഇവിടെ നമ്മൾ ആദ്യം 5 എഴുതുക, എന്നിട്ട് ഇതിനുള്ളിൽ എന്താക്കുക, 1000 പറയുമ്പോൾ എത്ര 0, 3 0. അപ്പൊ 5 1000 ആയില്ലേ, 5000. 1000 കഴിഞ്ഞാൽ അടുത്ത ഏതാ, 1000 കഴിഞ്ഞാൽ അടുത്തത് 100 അല്ലെ. 1000 കഴിഞ്ഞാൽ അതിന് തൊട്ടടുത്ത് 100. 3 ഇവിടെ 3 ഇതുള്ള പെൻസിലാണ് അല്ലെ. അപ്പൊ 100 ആണ്. അപ്പൊ എത്ര 100, 3 100. 3 100 പറഞ്ഞാൽ 300. 3 എഴുതിയിട്ട് 2 0. അപ്പൊ എത്രയാ, 300. 100 കഴിഞ്ഞാൽ അടുത്ത് എത്രയാ, 10. എത്ര 10 ഉണ്ട്, 8 10. അപ്പൊ 8 എന്ന് എഴുതുക. 10ന് എത്ര 0, 1 0 അല്ലെ. 8 0 80. 8 10 80. എത്ര ഒന്നാണ്, 4 1. മനസ്സിലായല്ലോ. ഇനി സംഖ്യ എഴുതുക. സംഖ്യ എഴുതി വരുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ശ്രദ്ധിച്ചാൽ മതി, ഈ 0 ഒക്കെ വിടുക. 5 3 8 4. അപ്പൊ സംഖ്യ എത്രയാണ്, ആദ്യം 5 എഴുതുക, പിന്നെ 3 എഴുതുക, പിന്നെ 8 എഴുതുക, പിന്നെ 4 എഴുതുക. അപ്പൊ സംഖ്യ എത്ര കിട്ടും, 5384 കിട്ടും. 5384. അതേപോലെ അടുത്തത് എഴുതുകയാണെങ്കിൽ 4000ഉം 3 10ഉം ചേർന്ന സംഖ്യ. അവിടെ ശ്രദ്ധിക്കുന്നത് എന്താണ്, 4000ഉം 3 10ഉം ചേർന്ന സംഖ്യ. അപ്പൊ ഇവിടെ എന്തില്ല, 100 ഇല്ല, അതേപോലെ തന്നെ 1 ഇല്ല. അപ്പൊ ഇല്ലാത്തവിടെ എന്ത് ഇട്ട് കൊടുക്കുക, 0 ഇട്ട് കൊടുക്കുക. 4000 എന്ന് പറയുമ്പോൾ എന്ത് എഴുതുക, 4000. അപ്പൊ 4 കോളമുള്ള പെൻസിലിനുള്ളിൽ എഴുതുക 4000. 100 ഉണ്ടോ, ഇല്ല. അപ്പൊ എന്തിടുക, 0 ഇടണം കേട്ടോ. 0 ഇട്ടില്ലെങ്കിൽ ഉത്തരം തെറ്റുവേ. 0 ഇടണം, 0 ഇല്ലെങ്കിൽ ഉത്തരം തെറ്റും. 3 0 ഇടുക. അടുത്തത് എത്ര 10, 3 10. അപ്പൊ 30. 30 എത്ര ഒന്നാണ്, ഒന്നുമില്ല. അപ്പൊ അവിടെ 0 ഇട്ട് കൊടുക്കണം. ഇനി ഈ തറ്റത്ത് കാണുന്ന ഈ സംഖ്യകൾ മാത്രം എഴുതുക. അപ്പൊ എത്ര വരും, 4. അതുപോലെ എന്തില്ല, 100 ഇല്ല. അപ്പൊ 0. 10 എത്ര, 3 10. 1 ഉണ്ടോ, ഇല്ല. അപ്പൊ 0. മനസ്സിലായല്ലോ. ഇതുപോലെയാണ് ബാക്കിയുള്ളത് എഴുതി ചേർക്കേണ്ടത്. അടുത്ത എത്ര, 25 100, 8 10, 4 1 ചേർന്ന സംഖ്യ. അടുത്തത് ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യയേക്കാൾ 1 കുറഞ്ഞ സംഖ്യ എന്ന് വെച്ചാൽ ആദ്യം എന്ത് കണ്ടുപിടിക്കണം, ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യ ഏതാണെന്ന് കണ്ടുപിടിച്ചാൽ അതിൽ നിന്ന് 1 കുറയ്ക്കുക. അടുത്ത ബി ചോദ്യം, 2160നെ കുറിച്ച് ശരിയായത് ഏതാണ്. 2000ഉം 6 10ഉം, 2000ഉം 60 10ഉം, 2000ഉം 16 10ഉം, 2000ഉം 16 100. ഇതിലേതാണ് ശരി, അതാണ് ടിക്ക് ഇടാൻ പറയണത്. അപ്പൊ അതിന് ഉത്തരം ഒന്ന് നിങ്ങൾ കമന്റും കൂടെ ചെയ്യാം കേട്ടോ. അടുത്ത രണ്ടാമത്തെ പ്രവർത്തനത്തിന്റെ ബി, സംഖ്യ ഉണ്ടാക്കാം. സാന്ദ്രയ്ക്ക് കിട്ടിയ സംഖ്യ കാർഡ് നോക്കൂ. എ ഭാഗം, ചുവടെയുള്ള ഏതൊക്കെ സംഖ്യാ സ്ട്രിപ്പുകൾ ചേർന്നാൽ സാന്ദ്രയുടെ കയ്യിലുള്ള കാർഡിലെ സംഖ്യയാകും. സാന്ദ്രയുടെ കയ്യിലുള്ള സംഖ്യ കാർഡ് ഏതാ, 6475. അപ്പൊ ഇതില് എത്ര ആയിരമാണ്, 6000 എടുക്കണം. 400 എന്ന് വെച്ചാൽ 400. 7 10ന്റെ സ്ഥാനത്ത് ഏതാ നമ്പർ 7, അപ്പൊ 70. പിന്നെ എന്തെടുക്കണം, 5. അതാണ് ഈ പെൻസിലിനകത്ത് എഴുതേണ്ടത് കേട്ടോ. അടുത്തത് ബി, തന്നിരിക്കുന്ന സംഖ്യ സ്ട്രിപ്പുകൾ ഉപയോഗിച്ച് ഉണ്ടാക്കാവുന്ന ഏറ്റവും വലിയ 4 അക്ക സംഖ്യ എഴുതുക. അപ്പൊ ഇത് ഏറ്റവും വലിയ 1000 എടുക്കുക, ഏറ്റവും വലിയ 100 ഏതാ, ഇതില് ഏറ്റവും വലിയ 10കൾ ഏതാ, ഏറ്റവും വലിയ 1 ഏതാ, അതെടുത്ത് എഴുതി കഴിഞ്ഞാൽ ഏറ്റവും വലിയ സംഖ്യ കിട്ടും. അടുത്ത സി, അബാക്കസിലെ 1000ന്റെ സ്ഥാനത്ത് നിന്നും ഒരു മുത്തെടുത്ത് 10ന്റെ സ്ഥാനത്ത് ഇടുക. ഇപ്പോൾ കിട്ടിയ സംഖ്യ എന്താണ്. 1000 അതായത് ഇവിടെ 1000 എത്ര, 4000 ഉണ്ട്. ഇതിന് ഒരു മുത്തെടുത്ത് ഇതിലിട്ടു. അപ്പൊ ഇവിടെ 1 കുറഞ്ഞു, ഇവിടെ 1 കൂടി. 10ന്റെ സ്ഥാനത്താണ് അല്ലേ ഇടുന്നത്. അപ്പൊ ഇവിടെ അല്ല, 10ന്റെ സ്ഥാനത്ത് ഇടുക. എന്നിട്ട് സംഖ്യ ഏതാന്ന് എഴുതുകയാണ് ചെയ്യേണ്ടത്. അടുത്തത് ഡി, അബാക്കസിലെ ആദ്യ സംഖ്യയും ഇപ്പോഴത്തെ സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം എത്ര. അപ്പൊ ആദ്യത്തെ സംഖ്യ എത്രയാ, ഇത് നോക്കിയിട്ട് പറയാൻ പറ്റില്ലേ. 4000, 100 ഇല്ല, 10 ഇല്ല, 1 ഇല്ല. അപ്പൊ ഇല്ല പറഞ്ഞ 0 ആണ് അതിന്റെ അർത്ഥം. അപ്പൊ 4000. അടുത്ത ഇവിടെ കിട്ടിയ ഉത്തരം എത്രയാ, രണ്ടും കൂടെ എന്നിട്ട് എന്ത് ചെയ്യുക, മൈനസ് ചെയ്യുക, കുറയ്ക്കുക. സി, 5083 ചുവടെ കൊടുത്തതിൽ ഏതു സംഖ്യയാണ്. അതായത് ഇവിടെ സംഖ്യ എഴുതിയിരിക്കുകയാണ് അല്ലെ, അതിന്റെ അക്കമാണ് നമ്മൾ കണ്ടെത്തി എഴുതേണ്ടത്. 5083 ഇതിൽ ഏതാണ്, അതെന്ത് ചെയ്യുക, ടിക്ക് ഇടുക. പ്രവർത്തനം 3, എത്ര. മൈതാനത്ത് ഒരുക്കിയ പ്രദർശനം കാണാൻ ടിക്കറ്റ് എടുക്കാനായി കുട്ടികൾ വരിയായി നിന്നു. മീരയുടെ സ്ഥാനം മുന്നിൽ നിന്നും
പിന്നിൽ നിന്നും എണ്ണിയപ്പോൾ 13ാമതാണ്. അങ്ങനെയാണെങ്കിൽ വരിയിൽ എത്ര പേരുണ്ട്? ബി ചോദ്യം. ആദ്യം നിന്ന മിത്രയ്ക്ക് കിട്ടിയ ടിക്കറ്റിലെ നമ്പർ 2789 ആണ്. അവസാനം നിൽക്കുന്ന സാന്ദ്രയ്ക്ക് കിട്ടുന്ന ടിക്കറ്റിലെ നമ്പർ എത്രയായിരിക്കും? സി നിൽക്കാത്തവർക്കുള്ള ടിക്കറ്റിന് 2500 രൂപയായി. 500ന്റെ നോട്ടുകളാണ് കയ്യിലുള്ളത്. ടിക്കറ്റിന്റെ വിലയായി എത്ര നോട്ടുകൾ കൊടുക്കണം? ഡി മനുവിന്റെ കയ്യിലുള്ള സംഖ്യക്കാർഡുകൾ നോക്കൂ. 3468, 3648, 4368, 4863, 3864. വലുതിൽ നിന്നും ചെറുതിലേക്ക് ക്രമപ്പെടുത്തിയപ്പോൾ ശരിയായി വെച്ചത് ഏത്? ശരി ഉത്തരത്തിന് ടിക്ക് അടയാളപ്പെടുത്തുക. 3 ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ഏതാണ് കറക്റ്റ്? വലുതെന്ന് ചെറുത് ഓർഡർ കറക്റ്റ് ഏതാ അത് ടിക്ക് ഇടുക. അത് ഈ ചുവടെയുള്ള ചിത്ര പാറ്റേൺ നോക്കൂ. തുടർന്ന് വരുന്ന ചിത്രത്തിന് ടിക്ക് ഇടുക. അതായത് ഈ 3 എണ്ണത്തിന് ശേഷം വരുന്ന അടുത്ത ചിത്ര പാറ്റേൺ ഇതിൽ ഏതാണ് അത് ടിക്ക് ഇടുക. പ്രവർത്തനം 4 കാറോട്ട മത്സരം. മീരയും മിത്രയും കമ്പ്യൂട്ടറിൽ കാറോട്ട മത്സരം കളിക്കാൻ തുടങ്ങി. അവർക്ക് കിട്ടിയ പോയിന്റുകൾ നോക്കൂ. മീരയും മിത്രയും കാറോട്ട ഗെയിം കളിക്കുകയാണ് കമ്പ്യൂട്ടറിൽ. റൗണ്ട് 1നും റൗണ്ട് 2നും കിട്ടിയ പോയിന്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓരോരുത്തർക്കും കിട്ടിയ ആകെ പോയിന്റ് എത്ര? മീരയ്ക്ക് കിട്ടിയ ആകെ പോയിന്റ് പറയുമ്പോൾ എന്താണ്? ഈ 495 2 റൗണ്ടിലും കൂടെ പ്ലസ് ചെയ്യുക, കൂട്ടുക. അതുപോലെ മിത്രയുടെയും കൂട്ടുക. ആർക്കാണ് കൂടുതൽ പോയിന്റ് കിട്ടിയത്? ആളുടെ പേര് ഇവിടെ എഴുതുക. എത്ര കൂടുതൽ കിട്ടി എന്ന് വെച്ചാൽ ഈ രണ്ട് ഉത്തരവും തമ്മിൽ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ഇവിടുത്തെ ഉത്തരം. കുറച്ച് കഴിഞ്ഞാൽ കിട്ടും ഇവിടുത്തെ ഉത്തരം. പാറ്റേണിലെ അടുത്ത സംഖ്യ ഏത്? ചുവടെ തന്നതിൽ നിന്നും കണ്ടെത്തി എഴുതുക. അടുത്ത ഇവിടെ ഉള്ള നമ്പർ ഏതാണെന്നാണ് എഴുതേണ്ടത്. 1000, 1200, 1450, 1750. അടുത്ത ഏത് സംഖ്യയാണ് വരിക? അതാണ് ഇവിടെ എഴുതേണ്ടത്. പ്രവർത്തനം 5A കളി ഉപകരണങ്ങൾ. സ്കൂളിലേക്ക് ആവശ്യമായ കളി ഉപകരണങ്ങൾ വാങ്ങാനായി സ്പോർട്സ് ക്ലബ് സെക്രട്ടറി മീരയും അധ്യാപകരോടൊപ്പം പോയി. 5500 രൂപയാണ് കയ്യിലുള്ളത്. അതിന് വില പട്ടികയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്താ മീര പറയണത്? ക്രിക്കറ്റ് ബാറ്റ്, ബോൾ, ഷട്ടിൽ ബാറ്റ്, കോക്ക്, കാരം ബോർഡ് എന്നിവ വില എഴുതി ആകെ കണ്ടെത്തുക. അതായത് ഇനം ഇവിടെ ഉണ്ട്, ക്രിക്കറ്റ് ബാറ്റ്, ബോൾ. അപ്പൊ വില എത്രയായിരിക്കും? അതിന്റെ വില ഇവിടെ ഉണ്ട് അല്ലെ. ഷട്ടിൽ ബാറ്റും കോക്ക് അതിന്റെ വില എഴുതുക. കാരം ബോർഡിന്റെ വില എഴുതുക. എന്നിട്ട് ആകെ പറഞ്ഞപ്പോൾ മൊത്തം 3 കൂടെ കൂട്ടുക. ബാക്കി എത്ര രൂപയുണ്ട്? അതായത് ആകെ 5500 ഉണ്ട്. ഇവിടുത്തെ ടോട്ടൽ കിട്ടും, ആകെ കിട്ടും. അത് കുറച്ച് കഴിഞ്ഞാൽ 5500 അത് കുറച്ചാൽ ബാക്കി കിട്ടും. ഇനി വാങ്ങാൻ കഴിയുന്നവ ഏതൊക്കെയെന്ന് വെച്ചാൽ ഇവിടെയുള്ള ഈ സംഖ്യയെ വെച്ചിട്ട് ഇതിൽ ഏതൊക്കെ വാങ്ങാൻ സാധിക്കും ആ ഇനത്തിന്റെ പേരും വിലയും എഴുതുക. പ്രവർത്തനം 5B ഓണം വന്നേ. ഓണത്തിന് വസ്ത്രം വാങ്ങാൻ അച്ഛനും അമ്മയും ഒപ്പം ഭാഗ്യയും പോയി. 7000 രൂപയാണ് അവരുടെ കയ്യിലുള്ളത്. വിവര പട്ടികയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഷർട്ടിന് 900 രൂപ, പാൻസിന് 1050 രൂപ, ലാച്ചിക്ക് 1550 രൂപ, ചുരിദാർ 1240 രൂപ, സാരി 2100 രൂപ, ടീഷർട്ട് 950 രൂപ. ഈ ചോദ്യം ഭാഗ്യക്കും അനിയനും വാങ്ങിയത് നോക്കൂ. ആകെ പറയുമ്പോൾ കൂട്ടുകയാണ് കേട്ടോ ചെയ്യേണ്ടത്. ഷർട്ട് വാങ്ങി, പാൻസ് വാങ്ങി, ലാച്ച വാങ്ങി. ആകെ എത്ര? 3 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ഉത്തരം കിട്ടും. ബാക്കി തുക എത്ര എന്ന് വെച്ചാൽ 7000 ഇത് കുറയ്ക്കുക. അപ്പൊ ബാക്കി കിട്ടും. സി അച്ഛന് ടീഷർട്ടും അമ്മയ്ക്ക് സാരിയും വാങ്ങണം. ഇതിന് കയ്യിലുള്ള പണം തികയുമോ? ഇനം എഴുതുക, വില എഴുതുക. ബാക്കിയുള്ള തുക വെച്ചിട്ട് വാങ്ങാൻ സാധിക്കുമെന്നാണ് ചോദ്യം. ടീഷർട്ടും സാരിയും. ശരി ഉത്തരത്തിന് ടിക്കിടുക. അതായത് വാങ്ങാൻ തികയുമോ? ടീഷർട്ടും സാരി വാങ്ങാൻ സാധിക്കുമെങ്കിൽ തികയും, ഇത് ടിക്കിടുക. അല്ലെങ്കിൽ തികയില്ല. അതിനിവിടെ ഇനം എഴുതി വില എഴുതി ആകെ കണ്ടെത്തുക കേട്ടോ. അപ്പൊ 5 പ്രവർത്തനങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. നമ്മൾ 5 പ്രവർത്തനങ്ങളും നിങ്ങൾ ചെയ്തു നോക്കുക. ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്തിട്ട് നിങ്ങളുടെ കൂട്ടുകാർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.